ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാഗണപതി നമ. ഏകദന്തായ വിദ്മഹി വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം ശ്രീ ദുർഗാദേവി നമ. ശ്രീമദ്ദേവി മഹാഭാഗവതം 4-ാം സ്കന്ധം 16-ാം അധ്യായം. ജ്ഞാനാവതാര കഥനം. ജനമേജയൻ അദ്ഭുതാത്മാവായ വിഷ്ണു ഭൃഗുശാപത്തിനാൽ മുനെ ഏതു മന്വന്തരത്തിങ്കലെമ്മട്ടവതരിച്ചതും പാപങ്ങൾ പോക്കി സതത സൗഖ്യം ചേർക്കുന്നൊരക്കഥ വിശ്രുതം വിസ്തരിച്ചങ്ങുന്നോദണം ധർമ്മവിത്തമാ. വ്യാസൻ ഏതു മന്വന്തരത്തിങ്കൽ യുഗമേതേതിലാഹരി അവതാരങ്ങൾ ചെയ്തെന്നതോതാം കേൾക്കുക ഭൂപതേ. ഏതു രൂപത്തിലെന്തെന്തു ചെയ്തതാ വിഷ്ണുവെന്നതും ചുരുക്കി ഞാനിന്നു നിന്നോടുരയ്ക്കുന്നുണ്ടു സർവവും. മന്വന്തരം ചാക്ഷുഷത്തിൽ ധർമ്മൻ തന്മക്കളായി പുരാ പിറന്നു നരനാരായണന്മാർ ധർമാവതാരമായി. വൈവസ്വതാഖ്യമാം 2-ാം യുഗത്തിൽ ഭഗവാൻ ഹരി പിറന്നു ദത്താത്രേയാഖ്യനായിട്ടത്രിക്കു പുത്രനായി. ബ്രഹ്മവിഷ്ണുഹരന്മാരാം ദേവസത്തമർ മൂവരും അത്രിപത്നി അപേക്ഷിച്ചു പിറന്നാർ 3 മക്കളായി. അത്രിതൻ ഭാര്യയാം സ്വാധി രത്നമാമനസൂയയാൾ പ്രാർത്ഥിക്കയാൽ ഈശ്വരന്മാർ മൂവരും മക്കളായി നൃപ. ബ്രഹ്മാവു ചന്ദ്രനായി ദത്താത്രേയനായി ഹരിയും സ്വയം രുദ്രൻ ദുർവാസസ്സുമായി പിറന്നാരവരങ്ങനെ. 4-ാം യുഗത്തിൽ സുരകാര്യത്തെ നേടാൻ നൃസിംഹമായി 2 രൂപങ്ങളൊന്നിച്ചു ഭംഗി ചേരും വിധം ഹരി വിണ്ണോരും അത്ഭുതപ്പെട്ടു പോമ്മട്ടിൽ താൻ പിറന്നുടൻ ചെയ്താൻ ഹിരണ്യകശിപുവെന്ന ദൈത്യന്റെ നിഗ്രഹം. ശ്രേഷ്ഠം ത്രേതായുഗത്തിങ്കൽ ബലിയെ കീഴമർത്തുവാൻ ഭഗവാൻ വാമനാകാരം പൂണ്ടു കശ്യപപുത്രനായി. യജ്ഞവേളയിൽ വഞ്ചിച്ചു വാമനൻ ദൈത്യരാട്ടിനെ നാടും ഹരിച്ചു വാഴിച്ചു പിന്നെ പാതാളഭൂമിയിൽ. 19-ാം ത്രേതയിങ്കൽ പിന്നീടു ഭഗവാൻ ഹരി മഹാബലൻ രാമനായാൻ ജമദഗ്നിക്കു പുത്രനായി. ആജിതേന്ദ്രിയനാം രാമൻ ക്ഷത്രിയന്മാരെയൊക്കെയും മുടിച്ചു യോഗ്യനാം കശ്യപന്നു നാടാകയേകിനാൻ. പുണ്യം പരശുരാമാഖ്യമവതാരം സുവിശ്രുതം ഏവമദ്ഭുതകർമാവാം വിഷ്ണു ചെയ്തു നൃപോത്തമാ. പിറന്നാൻ ത്രേതയിൽ ദാശരഥിയാം രഘുരാമനായി. 28-തമം ദ്വാപരത്തിൽ പുകൾ പെരുത്തവർ നരനാരായണാംശന്മാരുണ്ടായി കൃഷ്ണധനഞ്ജയർ ഭൂവാരം തീർക്കുവാൻ ജാതരായൊരബലശാലികൾ. കുരുക്ഷേത്രത്തിൽ വെച്ചുഗ്രതരമായി ചെയ്തു സങ്കരം ഏവം വിഷ്ണുയുഗം തോറും അവതാരം പലേതരം. പ്രകൃതീശ്വരി തന്നിച്ഛയ്ക്കൊത്തു ചെയ്തിതു ഭൂപതേ. അവൾ തൻ വശമാണ്ടെന്നും വർത്തിപ്പൂ 3 ലോകവും. ഈ ബ്രഹ്മാണ്ടം തിരിക്കുന്നിതവളിച്ചാനുരൂപമായി പരമ്പുമാൻ തൻ പ്രിയമോർത്തവൾ വിശ്വം ചമയ്ക്കയാം. നിരാകാരൻ നിരാലംബൻ നിർവികാരൻ നിരഞ്ജനൻ സർവാദ്യൻ സർവകൻ
നാശഹീനൻ നിസ്പൃഹനീശ്വരൻ. സൃഷ്ടിച്ചു പണ്ടീ വിശ്വത്തെ ജംഗമാജംഗമാത്മകം. ഉപാധിയാൽ മൂന്നു മട്ടായി മൂലപ്രകൃതിയാമവൾ. സൃഷ്ടികാലത്തു വർത്തിപ്പൂ ഭിന്നയായി താൻ മഹേശ്വരി. സൃഷ്ടിപ്പൂ വിശ്വമദ്ദേവി പാലിപ്പൂ കാമദാത്രിയായി. കൽപ്പാന്തത്തിൽ സംഹരിപ്പൂ ത്രിരൂപം പൂണ്ടു മായയാൾ. ബ്രഹ്മാവു സൃഷ്ടിക്കുവതും വിഷ്ണു പാലിച്ചിടുന്നതും. രുദ്രൻ ഹരിക്കുവതും അശക്തിതൻ ചേർച്ചയൊന്നിനാൽ. ദൈത്യനാശത്തിനായി പണ്ടു കാകുൽസ്ഥ നൃപതീന്ദ്രനെ സൃഷ്ടിച്ചെങ്ങോ കൊണ്ടു ചെന്നു വാഴിച്ചതവൾ താൻ നൃപ. ഏവം പ്രപഞ്ചമിതില ജീവജാലങ്ങളൊക്കെയും ഭുജിപ്പൂ സുഖദുഃഖങ്ങൾ വിധിതന്ത്രവശങ്കതർ. 16-ാം അധ്യായം സമാപ്തം. ഓം ശ്രീമാത്രേ നമഃ. 16-ാം അധ്യായത്തിൽ വ്യാസമഹർഷി ഭഗവാൻ വിഷ്ണുവിൻ്റെ നാനാവതാരങ്ങളെക്കുറിച്ച് ചുരുക്കി പറയുന്നു. ചാക്ഷുഷ മന്വന്തരത്തിൽ ധർമ്മപുത്രരായി നരനാരായണന്മാരായി ഭഗവാൻ പിറന്നു. വൈവസ്വത മന്വന്തരത്തിൽ ദത്താത്രേയനായി പിറക്കുകയും കൂടെ തന്നെ ബ്രഹ്മാവ് ചന്ദ്രനായും മഹാദേവൻ ദുർവാസാവായും അത്രിപുത്രരായി പിറന്നുവെന്ന് പറയുന്നു. 4-ാം മന്വന്തരത്തിൽ നൃസിംഹമായി ഭഗവാൻ അവതരിച്ച് ഹിരണ്യകശിപുവിനെ വധിച്ചു. ശ്രേഷ്ഠമായ ത്രേതായുഗത്തിൽ വാമനനായി അവതരിച്ച് മഹാബലിയെ പാതാളഭൂമിയിൽ വാഴിച്ചു. 19-ാം ത്രേതയിൽ പരശുരാമനായും പിന്നീട് രഘുരാമനായും അവതരിച്ചു. ദ്വാപരത്തിൽ നരനാരായണന്മാരായ കൃഷ്ണാർജുനന്മാരായി പിറന്ന് ഭൂഭാരം തീർത്തു. ഇങ്ങനെ പ്രകൃതീശ്വരിയുടെ ഇച്ഛാനുസരണം യുഗന്തോറും വിഷ്ണു ഭഗവാൻ നാനാവതാരങ്ങളും എടുത്തു എന്ന് പറയുന്നു. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നതും വിഷ്ണു പരിപാലിക്കുന്നതും രുദ്രൻ ഹരിക്കുന്നതും ആദിപരാശക്തിയായ അമ്മയുടെ ശക്തി ചേരുമ്പോഴത്രേ. ഇതെല്ലാം മായയാണെന്നും പറയുന്നു. കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ ദേവിയെ പ്രകീർത്തിക്കുന്നു. ഓം ശ്രീ ജഗദംബായേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. 17-ാം അധ്യായം ഹരിയുടെ നാനാവതാരങ്ങൾ. ജനമേജയൻ സ്വരുവേശ്യമാർ ബദരികാശ്രമം തന്നിലണഞ്ഞതും നാരായണങ്കൽ സ്മരമാൽ മുഴുത്തവർ ചമഞ്ഞതും. നാരായണർഷി അവരെ ശപിക്കാനായി തുനിഞ്ഞതും അനുജൻ നരനന്നേരം ധർമ്മമോദിത്തടുത്തതും. ചൊന്നു നീ അപ്സര സ്ത്രീകളേവം കാമിച്ചൊരമ്മുനി ആ ധർമ്മസങ്കടത്തിൽ പെട്ടെന്തുവാൻ ചെയ്തതും മുനേ. വിവാഹാർത്ഥം പലേവട്ടം താണുകേണവരവ്വിധം യാചിച്ചിട്ടും ജിഷ്ണുവാകും അവനെന്തങ്ങു ചെയ്തതും. നാരായണന്റെയാ മോക്ഷദായകം ചരിതം ഭവാൻ സവിസ്തരം ചൊന്നു കേൾക്കാനിച്ഛിപ്പൂ ഞാൻ പിതാമഹ. വ്യാസൻ മഹാത്മാവാം മുനിശ്രേഷ്ഠൻ ധർമ്മപുത്രന്റെ അക്കഥ ധർമ്മജ്ഞ വിസ്തരിച്ചോതാം കേട്ടുകൊള്ളുക ഭൂപതേ. ശപിക്കാനോങ്ങി നിൽക്കുന്ന നാരായണ മുനീന്ദ്രനെ കണ്ട നേരം തടുത്താശ്വസിപ്പിച്ചാനനുജൻ നരൻ. കോപം ശമിക്കവേ ചൊന്നാരവരോടമ്മഹാമുനി മന്ദഹാസമുതിർത്തും കൊണ്ടേവം സുമധുരാക്ഷരം. നാരീരത്നങ്ങളെ പൂണ്ടേൻ ഇജ്ജന്മം വ്രതമൊന്നു ഞാൻ. പാടില്ല ഞങ്ങൾ രണ്ടാൾക്കും ഇജ്ജന്മം ദാരസംഗ്രഹം.
അതിനാൽ കനിവുണ്ടായി പോകുവിൻ വിണ്ണിലേക്കുടൻ. അന്യർതൻ വ്രതഭംഗത്തെ ചെയ്യാ ധർമ്മം ഗ്രഹിച്ചവർ. രതിതാനല്ലി ശൃംഗാരരസത്തിൻ സ്ഥായിയാം പദം. സാധ്യമോ വാർമിഴികളെ തദഭാവത്തിൽ വേശ്യയും. കാര്യമുണ്ടായിടാ നൂനം ഹേതുവില്ലാതിരിക്കവേ. രസം സ്ഥായീ ഭാവമെന്നു താനല്ലീ ശാസ്ത്രവാക്യവും. നിങ്ങൾ തൻ നിർമ്മല പ്രേമത്തിനു ഭാജനമാകയാൽ മഹാധന്യൻ ഭാഗ്യവാൻ ഞാൻ. സുന്ദരൻ മന്നിലിന്നു ഞാൻ. ദയയുണ്ടായി നിങ്ങളെൻ്റെ ഈ വ്രതം കാത്തുകൊള്ളണം. അടുത്ത ജന്മം നിങ്ങൾക്കു കാന്തനായിത്തീരുവൻ സ്വയം. 18-ാം ദ്വാപരത്തിൽ ദേവകാര്യാർത്ഥമായി ഞാൻ ഈ മണ്ണിൽ നൂനം മടവാർ മുടിമാരെ പിറക്കുവൻ. നിങ്ങളോരോരുത്തരന്നു ഭൂപാലന്മാർക്കു മക്കളായി പിറക്കും. നൂനമന്നെൻ്റെ ഭാര്യമാരായി ഭവിച്ചിടും. വേൾക്കാമെന്നുള്ളുറപ്പേവം നൽകി സാന്തോക്തിയാൽ ഹരി പറഞ്ഞയച്ചാനവരും ഗമിച്ചാരാധിയെന്നിയെ. ഏവം ശ്രീ ഭഗവാൻ ചൊല്ലി വിട്ടൊരദേവനാരികൾ വിണ്ണിൽ ചെന്നിന്ദ്രനോടോതി സർവവൃത്താന്തവും നൃപാ. ഉർവശ്യാദികളെ കണ്ടു ഈ സവിസ്തര വാർത്തകൾ കേട്ടുമിന്ദ്രൻ വാഴ്ത്തിമുറ്റും മഹാത്മാവാം മുനീന്ദ്രനെ. ഇന്ദ്രൻ: അഹോ മുനീന്ദ്രൻ തൻ ധൈര്യമദ്ഭുതം തത്തപോബലം. ഈ മട്ടിലുർവശികളെ സൃഷ്ടിച്ചല്ലോ തപസ്സിനാൽ. ഏവം സ്തുതിച്ചു സംപ്രീതനായി വാണാനമരാധിപൻ. തപസ്സിൽ വീണ്ടും മുഴുകി നാരായണ മുനീന്ദ്രനും. നരനാരായണന്മാരാം മഹാമുനികൾ തൻ കഥ പരമാദ്ഭുതമാഖ്യാനം ചെയ്തു തന്നേ നൃപാധിപ. ഭൂഭാരം തീർക്കുവാൻ കൃഷ്ണാർജുനരായി വീരരാമവർ ഭൃഗുശാപത്തിനാൽ വീണ്ടും പിറന്നാർ ഭരതർഷഭ. ജനമേജയൻ: കൃഷ്ണാവതാരചരിതം വിസ്തരിച്ചിനിയോദണം. സന്ദേഹമുണ്ടെന്നുള്ളത്തിലതു തീർക്കുക മാനതാ. ഊക്കേറുമാദിശേഷനും ഹരിക്കും ജനിയേകിയോർ ദേവകീ വസുദേവന്മാർക്കെന്തേ ദുഃഖം വരാൻ മുനേ. ആർദ്രൻ തപസ്സാൽ തോഷിച്ചു പുത്രനായി തീർന്നിതോ ഹരി. അവർ ദുഃഖിച്ചിതൊട്ടേറെ കംസൻ വെച്ച വിലങ്ങിനാൽ. പിറന്നതോ മധുരയിൽ ഗോകുലത്തിൽ വളർന്നതും. കംസനെ കൊന്നതിൽ പിന്നെ വാണതോ ദ്വാരകയ്ക്കകം. വൃദ്ധമാം പിതൃരാജ്യത്തെ വെടിഞ്ഞു ഭഗവാൻ സ്വയം. അനാര്യമാം മട്ടിലന്യദേശം പോയി വാണതെന്തിനായി. മുടിഞ്ഞതെവ്വിധം വിപ്രശാപത്താൽ ഹരിതൻ കുലം. ഭൂഭാരം തീർത്തതിൽ പിന്നെ വാസുദേവൻ ജനാർദ്ദനൻ. ദേഹം ത്യജിച്ചു പെട്ടെന്നു വിണ്ണണഞ്ഞതുമല്ലയോ. ഭാരത്താൽ ഭൂമിയെ പീഡിപ്പിച്ച ദുഷ്ടരെയൊക്കെയും ഒടുക്കിനാർ ശ്രീഹരിയും വീരൻ പാർത്ഥനുമെങ്കിലോ. ഹരിപത്നികളെ കൊള്ള ചെയ്തോരെങ്ങനെ ബാക്കിയായി. ഭീഷ്മൻ, ദ്രോണൻ, കൃപൻ, കർണൻ, വികർണൻ, അഭിമന്യുവും വിരാടാത്മജനും പിന്നെ ദൃഷ്ടദ്യുമ്ന നൃപാലനും സോമദത്താദികളും അപ്പോരാൽ നിഹതരായി തഥാ. ഒഴിഞ്ഞിതവർ തൻ ഭാരം
ചോരന്മാർ പിന്നെ ബാക്കിയും. സാധ്വിമാരാം കൃഷ്ണപത്നിമാർക്കെന്തേ ദുഃഖമെത്തുവാൻ? ഈ സംശയങ്ങളുള്ളത്തിൽ വർത്തിക്കുന്നു മുനീശ്വരാ. വസുദേവൻ ധർമ്മരഥൻ പുത്രദുഃഖം പൊറാഞ്ഞഹോ. ദുർമൃതിക്കിരയായി പ്രാണൻ ത്യജിക്കാനിടവന്നതും ധർമ്മിഷ്ഠരാം പാണ്ഡവന്മാർ കൃഷ്ണങ്കൽ ഭക്തിമുറ്റിയോർ സദാ ദുഃഖം ഭുജിക്കാനായിടയായതുമെങ്ങനെ? ലക്ഷ്മിതൻ അംശമായി വേദീ മധ്യത്തിങ്കൽ പിറന്നവൾ പാഞ്ചാലിയാം മഹാഭാഗ ദുഃഖമെന്തേ ഭുജിക്കുവാൻ? പണ്ടു ദുശാസനൻ തീണ്ടാർന്നുള്ളൊരബ്ബാലയെ ബലാൽ സഭാതലത്തിലേക്കാ വാർകുഴൽ ചുറ്റിയിഴച്ചതും കാട്ടില സിന്ധുരാജൻ തൻ പീഡയാൽ സതികേണതും വീണ്ടും കീചകനെ കൊണ്ടു ശല്യമേറ്റതുമെങ്ങനെ? തത്പുത്രരഞ്ചും ഹതരായി ഗൃഹത്തിൽ ദ്രോണപുത്രനാൽ സുഭദ്രതൻ മകൻ പോരിൽ ബാലനായി താൻ മരിച്ചുപോയി. കംസൻ ദേവകി തന്നാറു മക്കളെയും ഹനിച്ചുപോൽ. എന്തേ സമർത്ഥനാം കൃഷ്ണനായില്ലീ വിധി മാറ്റുവാൻ? ശാപത്താൽ യാദവകുലം പ്രഭാസത്തിൽ മുഴുക്കയും മുടിഞ്ഞുപോൽ കൃഷ്ണപത്നിമാരോ പെട്ടിതു കൊള്ളയിൽ. നാരായണൻ വിഷ്ണു സാക്ഷാലീശ്വരൻ തന്നെയെങ്കിലും ദാസനെപ്പോലെ സേവിച്ചു വാണുപോലുഗ്രസേനനെ. മഹാത്മൻ ശങ്ക തോന്നുന്നു നാരായണ മുനിക്കഹോ. തുല്യങ്ങളാവാം മന്നിങ്കൽ ജീവജാലങ്ങളൊക്കെയും. എങ്കിലും ഹർഷശോകാദിയേവർക്കും തുല്യമാകുമോ? മറിച്ചു താൻ കാൺമോ ദൈവമാകും കൃഷ്ണന്റെ പോക്കു ഞാൻ? അമാനുഷൻ വിഷ്ണു ചെയ്ത മഹാകർമ്മങ്ങളും തഥാ മഹത്താം കൃഷ്ണകഥയും അതിനാൽ വിസ്തരിക്ക നീ. ഏറെ ക്ലേശിച്ചു താൻ കൊന്നിതായുസ്സറ്റുള്ള ദൈത്യരെ ഹരിക്കെന്തതിനാലുള്ളൊരൈശ്വര്യം മുനിസത്തമാ. രുക്മിണീ ദേവിയെ കട്ടു പാഞ്ഞതല്ലീ ജനാർദ്ദനൻ. കണ്ണന്റെ അകർമ്മമൊരു കള്ളൻ തൻ മട്ടിലല്ലയോ. തൻകുലത്തിനുചിതമാം സമൃദ്ധം മധുരാപുരം വിട്ടു ചെന്നാൻ ദ്വാരകയിൽ ജരാസന്ധന്റെ പേടിയാൽ. ആരും ധരിച്ചില്ലന്നേരം കൃഷ്ണനീശ്വരനെന്നതായി. വ്രജത്തിൽ ചെന്നൊളിക്കാനും കാരണം ചെറ്റുരയ്ക്ക നീ. പെരുത്തുണ്ടിതു മട്ടിങ്ങു സന്ദേഹം വാസവീസുത. അതൊക്കെ തീർത്തു തന്നാലും അങ്ങു സർവജ്ഞനല്ലയോ. പോകുന്നില്ലെന്നുള്ളിൽ നിന്നും ഗോപ്യമായൊരു സംശയം. പാഞ്ചാലിക്കഞ്ചു ഭർത്താക്കൾ ലജ്ജാവഹമിതൊക്കെയും. പ്രമാണം സജ്ജനാചാരം എന്നോതുന്നു മനീഷികൾ. സമർത്ഥരവരെമ്മട്ടില പശുധർമ്മം ചരിച്ചതും. മന്നിലെ ദേവനാം ഭീഷ്മർ പോലും ഗോളകപുത്രരെ ഉൽപ്പാദിപ്പിച്ചു തൻ വംശരക്ഷ ചെയ്തതുമെങ്ങനെ? എന്തെങ്കിലും ഉപായത്താൽ പുത്രോൽപാദനമെന്നതോ ധർമ്മനിർണയമായി ചൊൽവദൃഷിമാർ കഷ്ടമെത്രയും. 17-ാം അധ്യായം 7-ാം അധ്യായത്തിൻ്റെ തുടർച്ചയായി കാണാവുന്നതാണ്. സ്വർഗനാരിമാർ ബദരികാശ്രമത്തിലെത്തി
നാരായണ ഋഷിയിൽ അനുരക്തനാവുന്നതും ശപിക്കാനായോങ്ങുന്ന നാരായണ ഋഷിയോട് അരുതെന്ന് അനുജനായ നരൻ തടയുന്നതുമാണ് നമ്മൾ കണ്ടത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നതാണ് വ്യാസഭഗവാനോട് ജനമേജയൻ ചോദിക്കുന്നത്. ശേഷം ശ്രീകൃഷ്ണ ജന്മാവതാര രഹസ്യം വെളിവാക്കുകയാണ്. ചോദ്യങ്ങളിലൂടെ ജനമേജയനും ഉത്തരങ്ങളിലൂടെ വ്യാസഭഗവാനും. ഓരോ ഭാഗവും നമുക്ക് പിന്നീടുള്ള അധ്യായത്തിൽ വിശദീകരിച്ച് കാണാം. ഓം ശ്രീമാത്രേ നമഃ.